Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ചെടിയൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് നമ്മൾ മെയിനായി ഉപയോഗിക്കുന്നത് ചിരട്ടയാണ്. ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായി ഇതേപോലെയുള്ള 12 ചിരട്ടകൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഇതേപോലെ അടിഭാഗം ആ ഹോള് വരാത്ത രീതിയിലുള്ള ചിരട്ടയാണ് നമുക്ക് വേണ്ടത്. 12 ചിരട്ട നമുക്ക് ഇതിനായി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള നാരുകളൊക്കെ ഒന്ന് പോക്കി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഇതിൽ മണ്ണെണ്ണ പറന്ന് കുറച്ച് തീ കത്തിച്ചാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണെണ്ണ പറന്ന് ഇതിന് ശേഷം നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോകുന്നതാണ്. ഈ ചിരട്ട കത്തുകയില്ല. ഇതിൻ്റെ മുകളിലുള്ള നാരുകളെല്ലാം കത്തി നന്നായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കത്തിച്ചെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മളെ ചിരട്ട ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഉരച്ച് മിനുസമാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് വീതം നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് തന്നെ ഒരിച്ചെടുക്കാം. അപ്പം ഒരിക്കുമ്പോൾ നല്ല മിനുസമാകുന്നത് വരെ ഒന്ന് ഒരിച്ചെടുക്കുക. അപ്പോൾ ചെടി കുഴിച്ചിടുന്ന സാധനം കാണാൻ നല്ല വൃത്തി ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് തന്നെ ഒരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒരിച്ച് പൂക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ഈ ചിരട്ടയുടെ മുകളിൽ പരട്ടി കൊടുക്കാം. വെളിച്ചെണ്ണ പരട്ടുന്നതിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ചിരട്ടയ്ക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 3 എണ്ണത്തിലും പരട്ടിയതിനു ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ കുറച്ച് നൂലാണ്. ഇത് കുറച്ച് കട്ടി വരുന്ന ഒരു കോട്ടൻ്റെ നൂലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്മേലൊന്ന് അളവ് വെച്ച് നോക്കാം. ഇതിൻ്റെ മുകളിൽ കെട്ടാനാണ്. നമുക്ക് തൂക്കിയിടാനായിട്ട് ഒരു ചതുരത്തിന് ഇൻറ്റു രൂപത്തിൽ നമുക്ക് ഇതേപോലെ കെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് അളവിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ എടുത്ത ചിരട്ടയുടെ മുകളിൽ ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കെട്ടഴിഞ്ഞ് വരാണ്ടിരിക്കാൻ കുറച്ച് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫെവിക്വിക്ക് ആക്കി കൊടുത്താൽ കെട്ട് സ്ട്രോങ് ആയി നിന്നോളൂ. നമ്മൾ കൊടുത്ത ജോയിൻറ്റുകളിലെല്ലാം നമുക്ക് കുറച്ച് ഫെവിക്വിക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് ആക്കിയതിനു ശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ ഇനി അടുത്തതായി ചെയ്യേണ്ടത് കുറച്ച് നീളത്തിനുള്ള 2 നൂലിൻ്റെ കഷ്ണം എടുത്തതിന് ശേഷം നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. നമ്മൾ ഇട്ട 2 ഇൻറ്റുവിൻ്റെയും 4 സൈഡിലായിട്ട് നമുക്ക് ഇത് കെട്ടി കൊടുക്കണം. 2 കയറ് 4 സൈഡിലായി നമുക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബാക്കി വരുന്ന ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തൂക്കിയിടാൻ പാകത്തിനാക്കി നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലെ 13 ചിരട്ട ഇതേപോലെ കയറ് കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. 13 ചിരട്ടകൾ നമ്മൾ ഇതേപോലെ കയറ് കുടുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ ഒരു സൈക്കിളിന്റെ റിമ്മാണ്. ഇതേപോലെ പഴയ ഒരു സൈക്കിളിന്റെ റിമ്മ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇല്ലിയൊക്കെ പോക്കി റിമ്മ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിമേൽ കെട്ടി കൊടുക്കാനായിട്ട് ചൂടി കയറുമാണ് നമ്മൾ ഇതിനായി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് ഇതിമേൽ ചുറ്റിയെടുക്കാം. കയറ് നമുക്ക് ഇതിമേൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ റിമ്മ് എടുത്തിട്ടുണ്ട്, ചൂടി കയറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ കാറ്റടിക്കുന്ന ഭാഗത്തിലൂടെ നമുക്ക് സൈക്കിളിൻ്റെ ട്യൂബിലേക്ക് കാറ്റടിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ചൂടിക്കയറൊന്ന് ഇറക്കിയതിന് ശേഷം അടിയിൽ പുറത്തേക്ക് പോരാത്ത രീതിയിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പുറത്തേക്ക് പോരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ റിമ്മിൽ ചൂടിക്കയറ് നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഇത് മുഴുവനായിട്ട് ചുറ്റിയെടുക്കേണ്ടതുണ്ട്.
അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് റിമ്മ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ ചുറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ റിമ്മുമ്മൽ മൊത്തമായിട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്ഥലത്ത് ഇത് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇത് തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇതിൽ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ചൂടിക്കയർ നന്നായിട്ട് തന്നെ നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചിരട്ട തൂക്കിയിടാനുണ്ട്. അപ്പോൾ നമുക്ക് ചിരട്ട ഇതിന്മേൽ തൂക്കിയിടുന്ന വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചിരട്ട ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ ചെരുപ്പൊക്കെ തുന്നാൻ ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള നൂലാണ് നമുക്ക് വേണ്ടത്. നല്ല ഉറപ്പുള്ള നൂല് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഈ നൂലിന് 30 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും പീസുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിരട്ടയിൽ ഇതേപോലെ മുകൾ ഭാഗത്തായി കെട്ടിക്കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഈ ചിരട്ടയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് കെട്ടിയെടുക്കാം. അപ്പം കെട്ടിയതിന് ശേഷം നമുക്ക് കയറ് ആവശ്യത്തിന് നൂല് ആവശ്യത്തിന് വലുപ്പം വെച്ച് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ 12 ചിരട്ടയും ഇതേപോലെ നൂല് കെട്ടിയതിനു ശേഷം നമ്മൾ ആ റിമ്മിലേക്ക് ഇത് തൂക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ നൂല് കെട്ടി നമുക്ക് ആ റിമ്മിലേക്ക് എല്ലാ ചിരട്ടയും ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഓരോ ചിരട്ടയും ഓരോ അളവിലാണ് നമ്മൾ നൂലെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒന്നിന് കുറച്ചുകൂടി വലുപ്പം കൂട്ടിയതിനു ശേഷം നമ്മൾ ഇതേപോലെ 12 ചിരട്ടയും ഈ റിമ്മിലേക്ക് നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ എല്ലാ ചിരട്ടയും ഇതേപോലെ നമുക്ക് ഒന്ന് തൂക്കിയെടുക്കാം. അപ്പം നമ്മളെ 12 ചിരട്ടയും ഇതിൽ തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എല്ലാ ചിരട്ടയിലും മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടി ഇതിലേക്ക് നട്ടുകൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നിറച്ചും മണ്ണൊന്ന് നിറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം ചെടി കുഴിച്ചിട്ട് നമുക്ക് എവിടെയാണ് തൂക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത് ഇത് തൂക്കിയിടാൻ പറ്റുന്നതാണ്. അപ്പം അതിനു മുമ്പായി നമ്മൾ കെട്ടിയ കെട്ടിൽ ഒക്കെ ഫെവിക്വിക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കെട്ട് മുറുകി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലായിടത്തും ഫെവിക്വിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കെട്ടിലും ഇതേപോലെ നന്നായിട്ട് തന്നെ ഫെവിക്വിക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ചിരട്ടയിലെല്ലാം മണ്ണ് നിറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ കുടുക്കി വെച്ച ചിരട്ടയിലെല്ലാം നമുക്ക് ഇനി മണ്ണ് നിറച്ചെടുക്കാം. മണ്ണിൽ നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും നിറച്ചതാണ്. അപ്പോൾ മണ്ണ് ഉറച്ചു പോകാതെ വേര് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാ ചിരട്ടയിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചിരട്ടയിലും മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ചിരട്ടയിലും നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ എന്തെങ്കിലും ചെടിയാണ് നമ്മൾ ചിരട്ടയിൽ കുഴിച്ചിടാനായിട്ട്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് എവർഗ്രീൻ ടൈറ്റിൽ വൈ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്ന ചെടിയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. ആ ഫോട്ടോ നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ എടുത്ത ആ ചെടി നമുക്ക് ഈ ചിരട്ടയിൽ മണ്ണിലേക്ക് ഓരോന്ന് വീതമായി ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ഇത് കുഴിച്ചിട്ട് കൊടുക്കാം. ഇത് വലുതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചെടിയും എല്ലാ ചിരട്ടയിലുമായി നമുക്ക് കുറച്ചധികം ചെടികൾ നമുക്ക് ഇതിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി എല്ലാ 12 നമ്മൾ കുടുക്കി വെച്ച ആ 12 ചിരട്ടയിലും ഈ ചെടി ഒന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ചിരട്ടയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ചിരട്ടയിലും നട്ടു കൊടുക്കാം. ഇതേപോലെ നമുക്ക് നമ്മൾ കുടിക്കുക 12 ചിരട്ടയിലും ഒരേപോലെ തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിരട്ടയിലും നന്നായിട്ട് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ചിരട്ടയിലും നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ചെടി വലുതായി വന്ന ചിരട്ട കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഈ ചെടി നിറഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ നല്ല രസത്തിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ മുഴുവനായിട്ട് ഈ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനമായി നമുക്ക് ലഭിച്ചത് ഇതേപോലെയാണ്. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിന് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ചെടി വളർന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയായി വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു വീഡിയോയിലേക്ക് കിടക്കാം. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ട് തന്നെ വീട്ടിലുള്ള ചിരട്ടയൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഭംഗിയുള്ള ചെടിയൊക്കെ കുഴിച്ചിടാൻ പറ്റുന്ന പലവിധ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഉണ്ടാക്കിയതുപോലെ നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഇതിനും നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ദിസ് ഇസ് അബുൽ സൈനിങ് ഔട്ട്.